ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന തലക്കെട്ടുകൾ. ചേർത്തലയിലെ സജിയുടെ മരണത്തിൽ ദുരൂഹത നീക്കാൻ പോലീസ്. മൃതദേഹം കല്ലറ പൊളിച്ച് പോസ്റ്റ്മോർട്ടത്തിനായി പുറത്തെടുത്തു. ഭർത്താവ് സോണി കസ്റ്റഡിയിൽ. അമ്മയെ അച്ഛൻ മർദ്ദിച്ചെന്ന് മകളുടെ പരാതി. സംസ്ഥാനത്തെ ഞെട്ടിച്ച് വീണ്ടും അതിക്രൂരമായ റാഗിംഗ്. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ 5 വിദ്യാർത്ഥികൾ അറസ്റ്റിൽ. കോമ്പസും ഡംബലും ഉപയോഗിച്ച് 3 മാസത്തിലേറെ പീഡനം. പരാതി കിട്ടിയിട്ടില്ലെന്ന് കോളേജ് അധികൃതർ. കയർ ബോർഡ് ഉദ്യോഗസ്ഥ ജോളി മധു നേരിട്ടത് കടുത്ത മാനസിക പീഡനം. ബോധരഹിതയാകും മുൻപ് ജോളി എഴുതിയ കത്ത് ന്യൂസ് 18. ചെയർമാനെതിരെ ഗുരുതര ആരോപണങ്ങൾ. ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകി കുടുംബം. ജോളിയെ സ്ഥലം മാറ്റിയത് ചട്ടം ലംഘിച്ചെന്ന് മുൻ ഉദ്യോഗസ്ഥൻ. ജോളിയുടെ മൃതദേഹം സംസ്കരിച്ചു. കിഫ്ബി റോഡുകളിലെ ടോൾ സ്ഥിരീകരിച്ചു മുഖ്യമന്ത്രി. റവന്യൂ മാതൃക സംസ്ഥാനത്തിന് പിന്തുടരേണ്ടി വരും. വർഷങ്ങൾ കഴിഞ്ഞ് നടപ്പാക്കേണ്ട വികസന പദ്ധതികളാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നതെന്നും പിണറായി വിജയൻ. വഞ്ചിയൂരിൽ ഗതാഗത തടസ്സമുണ്ടാക്കി പാർട്ടിയുടെ പൊതുയോഗം നടത്തിയ കേസിൽ എം വി ഗോവിന്ദൻ ഹൈക്കോടതിയിൽ ഹാജരായി. കേസിൽ പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ സത്യവാങ്മൂലത്തിൽ കോടതിക്ക് അതൃപ്തി. പുതിയ സത്യവാങ്മൂലം നൽകാൻ നിർദ്ദേശം. നാടാകെ ആനക്കലി. വയനാട്ടിൽ ഒരാളെ കൂടി കാട്ടാന കൊന്നു. മരിച്ചത് അട്ടമല സ്വദേശി ബാലൻ. നിലമ്പൂരിനെ ഭീതിയിലാക്കി പട്ടാപ്പകൽ കാട്ടാന. 2 ദിവസത്തിനിടെ കാട്ടാന ജീവനെടുത്തത് 4 പേരുടെ. വയനാട്ടിൽ നാളെ UDF ഹർത്താൽ. ആക്രമണങ്ങളെല്ലാം ജനവാസ മേഖലയിലല്ല എന്ന് വനം മന്ത്രി. അനന്തകൃഷ്ണൻ പദ്ധതിയിട്ടത് ഇപ്പോഴത്തേതിലും വലിയ തട്ടിപ്പ്. 2 വീലറിന് പിന്നാലെ EV കാറും ലക്ഷ്യമിട്ടു. തട്ടിപ്പ് പുറത്തുവരുന്നത് 1 വർഷം മുൻപ് അനന്തവും ആനന്ദകുമാറും തമ്മിൽ ഭിന്നത. തെളിവായി ശബ്ദ സന്ദേശങ്ങൾ. ചൂടേറിയ പോരിൽ നിയമസഭ. പോലീസ് അതിക്രമവും വീഴ്ചയും ഉന്നയിച്ച് പ്രതിപക്ഷം. ഗുണ്ടകൾ പോലീസ് തണലില്ലെന്ന് പ്രതിപക്ഷ നേതാവ്. പോലീസിലെ എല്ലാവരെയും കുറ്റം പറയാനാകില്ലെന്ന് മുഖ്യമന്ത്രി. സഭയിൽ സ്പീക്കർ VD സതീശൻ വാക്പോര്. ചരിത്രത്തിൽ ഏറ്റവും കുറവ് സമയം വാക്കൌട്ട് പ്രസംഗം നടത്തിയ പ്രതിപക്ഷ നേതാവ്. കേരളം രഞ്ജി ട്രോഫി ക്രിക്കറ്റിന്റെ സെമി പ്രവേശം 1ാം ഇന്നിംഗ്സ് ലീഡിന്റെ പിൻബലത്തിൽ. ഇംഗ്ലണ്ടിനെതിരായ 3ാം ഏകദിനത്തിൽ ഇന്ത്യക്ക് കൂറ്റൻ സ്കോർ. ശുഭമാൻ ഗില്ലിന് സെഞ്ചുറി. വാർത്തകളിലേക്ക് വിശദമായി. കേരളം രഞ്ജി ട്രോഫിയുടെ സെമിയിൽ എത്തിയിരിക്കുന്നു. ജമ്മു കാശ്മീരുമായുള്ള ക്വാർട്ടർ മത്സരം സമനിലയിൽ പിരിഞ്ഞു. 1ാം ഇന്നിംഗ്സ് ലീഡിന്റെ ബലത്തിലാണ് കേരളത്തിന്റെ സെമി പ്രവേശം. വിവരങ്ങളുമായി MG മിഥുൻ ചേരുന്നു. മിഥുൻ, 2ാം തവണയാണ് കേരളം രഞ്ജി ട്രോഫിയുടെ സെമിയിലെത്തുന്നത്. എത്രത്തോളം പ്രതീക്ഷയർപ്പിച്ചിരുന്ന ഒരു വിജയം കൂടി, പ്രവേശം കൂടിയാണ് സംഭവിച്ചിരിക്കുന്നത്? അപർണ, കേരളത്തെ സംബന്ധിച്ച് ഒരു അഭിമാന പോരാട്ടം എന്ന് തന്നെ പറയാം. ഒപ്പം തന്നെ ഇത് 2ാം തവണയാണ് സെമി പ്രവേശനം നടത്തുന്നത് കേരള ടീം. ഇതിനു മുമ്പ് 2018-19 സീസണിലായിരുന്നു ആദ്യമായി കേരളം രഞ്ജി ട്രോഫിയുടെ സെമിയിൽ കയറുന്നത്. അന്ന് വിദർഭയോട് പരാജയപ്പെടുകയും ചെയ്തതിനു ശേഷം ഏകദേശം 6 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ അടുത്തൊരു സെമി പ്രവേശനത്തിലേക്ക് കേരള ടീം കടക്കുകയും ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് മുഹമ്മദ് അസറുദ്ദീൻ എന്ന താരത്തിന്റെയും ഒപ്പം തന്നെ സൽമാൻ നിസാർ എന്ന താരത്തിന്റെയും ഒരു പ്രകടനം തന്നെയാണ് കേരളത്തെ രക്ഷിച്ചത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. 180 റൺസിന് 6 വിക്കറ്റ് എന്ന നിലയിൽ കേരളം തോൽവി മുന്നിൽ കണ്ടതാണ്. അതിൽ നിന്നാണ് പിരിയാത്ത 7ാം വിക്കറ്റിൽ സൽമാൻ നിസാറും മുഹമ്മദ് അഫ്രീദിയും നേടിയ 115 റൺസ് എന്ന ആ ഒരു കൂട്ടുകെട്ട്. അത് തന്നെയാണ് കേരളത്തിന് മുതൽക്കൂട്ടാവുകയും ഒപ്പം തന്നെ കേരളത്തിന്റെ സെമി പ്രവേശനത്തിന് ഒരു നട്ടലായി മാറുകയും ചെയ്തത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സഖ്യം 257 പന്തുകൾ നേരിട്ടാണ് ഈ ഒരു ജമ്മു കാശ്മീരുമായിട്ടുള്ള ക്വാർട്ടർ ഫൈനൽ മത്സരം അത് സമനിലയിൽ എത്തിക്കുകയും ചെയ്ത് ഒരുപക്ഷെ 399 എന്നുള്ള ഒരു കൂറ്റൻ സ്കോർ അത് മറികടക്കാനാകുമോ എന്നുള്ള സംശയമുണ്ടായിരുന്നു. ആദ്യം മുതൽ തന്നെ വിക്കറ്റുകൾ വലിച്ചെറിയുന്ന കാഴ്ചയുണ്ടായിരുന്നു. ഒരുപക്ഷെ സെമി കാണാതെ ക്വാർട്ടർ ഫൈനൽ
തന്നെ പുറത്താകേണ്ട ഒരു സ്ഥിതി ഉണ്ടാകുമോ എന്ന് നമ്മൾ ഭയന്നിരുന്ന ഘട്ടത്തിൽ നിന്നാണ് ഈ കൂട്ടുകെട്ട് കേരളത്തെ സെമിയിലേക്ക് കൈപിടിച്ച് കയറ്റുകയും ചെയ്തത്. സൽമാൻ നിസാർ ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടിയിരുന്നു. രണ്ടാം ഇന്നിംഗ്സിലും സൽമാൻ നിസാറിന്റേത് മികച്ച പ്രകടനമായിരുന്നു. 44 റൺസ് എടുത്തു. മുഹമ്മദ് അസ്ഹറുദ്ദീൻ അർദ്ധ സെഞ്ചുറി നേടുകയും ചെയ്തു. 67 റൺസ് എടുത്ത് ഈ കൂട്ടുകെട്ട് 115 റൺസ് ചേർക്കുകയും ചെയ്തു. ഇതാണ് ഒരു നട്ടെല്ലായി മാറുകയും ചെയ്തത്. എന്തായാലും 2018-19 സീസണിന് പിന്നാലെ ഇപ്പോൾ 2024-25 സീസണിൽ രഞ്ജി ട്രോഫി മത്സരത്തിൽ സെമി പ്രവേശനം നടത്തിയിരിക്കുകയാണ് കേരള ടീം. സെമിയിൽ ഗുജറാത്താണ് കേരളത്തിന്റെ എതിരാളി. നേരത്തെ തന്നെ മുംബൈ, വിദർഭ, ഗുജറാത്ത് ടീമുകൾ നേരത്തെ തന്നെ സെമി പ്രവേശനം നടത്തിയിരുന്നു. 4ാമത്തെ ടീമായി ഇപ്പോൾ കേരളം കൂടി രഞ്ജി ട്രോഫിയുടെ സെമിയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി 2 ഘട്ടങ്ങൾ മാത്രമാണുള്ളത്. സെമിയിൽ ഗുജറാത്തിനെയും ഫൈനൽ ആരാണോ കലാശപ്പോരിലുള്ളത് അവരെയും മറികടന്നാൽ ആദ്യമായി രഞ്ജി ട്രോഫി കിരീടത്തിൽ മുത്തമിടാനുള്ള ഒരു ആകാംക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത്. എന്തായാലും ഈ താരങ്ങളുടെ, പ്രത്യേകിച്ച് സൽമാൻ നിസാറിന്റെ ആ ഒരു പ്രകടനം തന്നെയാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. പക്ഷേ തോൽവി മുന്നിൽ കാണുന്ന ആ ഒരു നിമിഷത്തിൽ നിന്ന് കേരളത്തെ കൈപിടിച്ചുകൊണ്ട് സെമിയിലേക്ക് നയിച്ചിരിക്കുകയാണ് സൽമാൻ നിസാറും ഒപ്പം തന്നെ മുഹമ്മദ് അസ്ഹറുദ്ദീനും ചേർന്ന്. MG മിഥുൻ, 1ാം ഇന്നിംഗ്സ് ലീഡ് നേട്ടമായി കേരളം രഞ്ജി ട്രോഫി സെമിയിൽ. 2ാം തവണയാണ് കേരളം രഞ്ജി ട്രോഫിയുടെ സെമിയിൽ എത്തുന്നത്. ചേർത്തലയിലെ സജിയുടെ മരണത്തിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പുറത്തെടുത്തു. ചേർത്തല മനോരമ കവല സ്വദേശി VC സജിയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. ഭർത്താവ് സോണിയുടെ മർദ്ദനത്തിലാണ് സജിക്ക് പരിക്കേറ്റതെന്നാണ് മകളുടെ പരാതി. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, ഭർത്താവിന്റെ മർദ്ദനം തന്നെയാണ് മരണകാരണം എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് എത്താൻ ഈ പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തലുകൾ ഏറെ നിർണായകം. എപ്പോഴത്തേക്ക് നടപടിക്രമങ്ങൾ പൂർത്തിയാകുമെന്നാണ് വിവരം? അപർണ, അല്പസമയം മുമ്പാണ് സജിയുടെ മൃതദേഹം ചേർത്തല സെന്റ് മേരീസ് ഫറോന പള്ളി സെമിത്തേരിയിൽ നിന്ന് പോലീസ് പുറത്തെടുത്തത്. അതിനുശേഷം ഇൻക്വസ്റ്റ് നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആർഡിയുടെ സാന്നിധ്യത്തിലാണ് ഇൻക്വസ്റ്റ്. ഒപ്പം മകൾ മിഷ്മയും ഇവിടെയുണ്ട്. മിഷ്മയുടെ കൂടെ സാന്നിധ്യത്തിലായിരുന്നു മൃതദേഹം പോലീസ് പുറത്തെടുത്തത്. കഴിഞ്ഞ 8-ാം തീയതിയാണ് ഇത് ചേർത്തലയിലെ വീട്ടിൽ ടെറസിൽ നിന്ന് വീണ് പരിക്കേറ്റ ഈ സജിയെ ആദ്യം സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. അവിടെ ഏകദേശം 1 മാസത്തോളം കോമ സ്റ്റേജിൽ ചികിത്സയിൽ തുടർന്നു. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം മരണപ്പെടുന്നത്. ഞായറാഴ്ച അവിടെ സംസ്കാരവും നടന്നു. ഈ സംഭവത്തിന് ശേഷം, സംസ്കാരത്തിന് ശേഷമാണ് ഈ മകൾ മിഷ്മ ഇന്നലെ ചേർത്തല പോലീസിനെ സമീപിക്കുന്നതും അമ്മയുടെ മരണം കൊലപാതകമാണെന്ന പരാതി നൽകുകയും ചെയ്തു. ഈ പെൺകുട്ടിയുടെ മൊഴിയാണ് ഈ കേസിൽ ഇപ്പോൾ നിർണായകമായി വരികയും മൃതദേഹം പുറത്തെടുക്കൽ അടക്കമുള്ള നടപടികളിലേക്ക് ചേർത്തല പോലീസിനെ എത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം ഉണ്ടാവാൻ സാധ്യതയില്ല. വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം മാറ്റുകയും നാളെയാണ് പോസ്റ്റ്മോർട്ടം ഉണ്ടാകാൻ ഉള്ള സാധ്യത. പക്ഷേ ബന്ധുക്കളോടും ഒപ്പം തന്നെ ഈ അയൽവാസികളോടും ഒക്കെ സംസാരിക്കുമ്പോൾ നിരന്തരം സോണി സജിയെ മർദ്ദിക്കാറുണ്ടായിരുന്നു എന്നുള്ള കാര്യം അവരൊക്കെയും സ്ഥിരീകരിക്കുന്നുണ്ട്. സഹോദരൻ പറയുന്നത് മുകളിലത്തെ നിലയിൽ, അതായത് ഈ കുട്ടി അമ്മയെ മർദ്ദിക്കുന്നത് മകൾ കണ്ടു എന്നുള്ളതാണ് സോണിയുടെ സഹോദരൻ തോമസ് വ്യക്തമാക്കിയിട്ടുള്ളത്. സജിയുടെ സഹോദരൻ തോമസ് വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല മുകളിലത്തെ നിലയിൽ വെച്ച് മുടിക്ക് ചുറ്റിപ്പിടിച്ച് തല ഭിത്തിയിൽ ഇടിപ്പിച്ചതിനു ശേഷം പിന്നീട് മുകളിലത്തെ നിലയിൽ നിന്ന് അച്ഛൻ അമ്മയെ എടുത്ത് താഴേക്ക് ഇടുകയായിരുന്നു എന്നുള്ള മൊഴിയാണ് ഈ മിഷ്മ നൽകിയിട്ടുമുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം നടന്നിട്ടുള്ളത്. എന്തായാലും കോമ സ്റ്റേജിലായിരുന്നത് കൊണ്ട് തന്നെ ചികിത്സ ലഭിക്കുന്ന ഘട്ടത്തിൽ ഒരിക്കൽ പോലും പോലീസിന് മറ്റൊരു രീതിയിലുള്ള ആശുപത്രിയിലോ മറ്റിടങ്ങളിലോ അത്തരത്തിലുള്ള യാതൊരുവിധ സംശയങ്ങളിലോ അപകടത്തിൽ പരിക്കേറ്റു എന്നുള്ളതാണ്. പക്ഷേ ഈ മകളുടെ മൊഴിയാണ് ഇപ്പോൾ കേസിൽ നിർണായകമായി മാറിയിരിക്കുന്നത്. മൃതദേഹം പുറത്തെടുത്തിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. ഇൻക്വസ്റ്റ് അല്പസമയത്തിനകം തന്നെ പൂർത്തീകരിക്കും. അതിനുശേഷം മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലേക്ക് മാറ്റും. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ. പത്തനംതിട്ട റാന്നി റീന കൊലക്കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കോടതി. പത്തനംതിട്ട അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി. കൊല്ലപ്പെട്ട റീനയുടെ ഭർത്താവ് മനോജിനെയാണ് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. മക്കളുടെ മുന്നിലിട്ടാണ് അമ്മയെ കൊലപ്പെടുത്തിയത്. 2014 ഡിസംബർ 28 പുലർച്ചെയായിരുന്നു സംശയത്തെ തുടർന്ന് ഭാര്യ റീനയെ ഭർത്താവ് മനോജ് കൊലപ്പെടുത്തിയത്. ഇഷ്ടികയും ലിവറും ഉപയോഗിച്ചും ക്രൂരമായി മർദ്ദിച്ചായിരുന്നു കൊലപാതകം. റീനയുടെ മാതാവിന്റെയും കുഞ്ഞുങ്ങളുടെയും മുന്നിൽ വെച്ചായിരുന്നു ക്രൂരമായ അതിക്രമം. സംഭവത്തിൽ മക്കളും റീനയുടെ അമ്മയും സാക്ഷിയായ കേസിൽ കൊലപാതകം, തടഞ്ഞുവെക്കൽ എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞതായി പത്തനംതിട്ട അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി നിരീക്ഷിച്ചു. പ്രതിക്കുള്ള ശിക്ഷ നാളെ വിധിക്കും. കൊലപാതകം നടന്ന് 11 വർഷത്തിനു ശേഷമാണ് കോടതി വിധി പറയുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട.
കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ 1ാം വർഷ വിദ്യാർത്ഥികളെ ക്രൂരമായ റാഗിങ്ങിന് വിധേയരാക്കി സീനിയർ വിദ്യാർത്ഥികൾ. ശരീരത്തിൽ കോമ്പസ് കൊണ്ട് മുറിവുണ്ടാക്കിയ ശേഷം ലോഷൻ ഒഴിച്ച് പീഡിപ്പിച്ചു. സ്വകാര്യ ഭാഗങ്ങളിൽ ഡംബൽ വെയിറ്റ് വെച്ച് പീഡിപ്പിച്ചതായും 6 വിദ്യാർത്ഥികൾ പരാതി നൽകി. സംഭവത്തിൽ ഗാന്ധിനഗർ പോലീസ് 3ാം വർഷ വിദ്യാർത്ഥികളായ 5 പേരെ അറസ്റ്റ് ചെയ്തു. 3 മാസം നീണ്ട പീഡന പരമ്പരയ്ക്കൊടുവിലാണ് കുട്ടികൾ പരാതിയുമായി എത്തിയത്. രക്ഷിതാക്കളെ വിവരമറിയിച്ചതോടെയാണ് സംഭവം പുറത്തുവരുന്നത്. പ്രാഥമിക അന്വേഷണം നടത്തിയ കോളേജ് പരാതി പോലീസിന് കൈമാറുകയായിരുന്നു. തുടർന്നാണ് 5-അംഗ സംഘത്തെ ഗാന്ധിനഗർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിൽ പീഡനത്തിന്റെ വീഡിയോ അടക്കം പ്രതികളിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. 3ാം വർഷ വിദ്യാർത്ഥികളായ സാമുവൽ ജോൺ, വിവേക്, റിജിൽജിത്ത്, രാഹുൽ രാജ്, ജീവ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കോളേജിൽ ആന്റി റാഗിംഗ് സംവിധാനമുണ്ടെന്നും എന്നാൽ ഒരു വിദ്യാർത്ഥി പോലും പരാതി പറഞ്ഞിരുന്നില്ലെന്നും കോളേജ് അധികൃതർ വിശദീകരിക്കുന്നു. അതായത് അവരുടെ ക്ലാസ് ടീച്ചർ ദിവസവും തന്നെ റാഗിങ്ങിൻ്റെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്ന് ക്ലാസ്സിൽ ദിവസവും ചോദിക്കുന്നുണ്ടായിരുന്നു. നാളിതുവരെ ഒന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. ഇന്നലെ രാവിലെ ആ ക്ലാസ്സിലൊരു കുട്ടിയുടെ പേരൻറ്റ്, അച്ഛൻ, ക്ലാസ് ടീച്ചറിനെ വിളിച്ചാണ് റിപ്പോർട്ട് ചെയ്തത്. ഏലപ്പാറ സ്വദേശിയുടെ പരാതി പരിഗണിച്ചാണ് പോലീസ് എഫ്ഐആർ ഇട്ടത്. പ്രാഥമിക അന്വേഷണം നടത്തിയ കോളേജ് റിപ്പോർട്ട് നഴ്സിംഗ് കൗൺസിലിന് കൈമാറിയിട്ടുണ്ട്. വിശദമായ അന്വേഷണത്തിനും തീരുമാനമായി. ഒരു പ്രഥമ ദൃഷ്ട്യാ റാഗിങ്ങിൻ്റെ സംശയമുള്ളത് കൊണ്ട് അവരെഴുതി തന്ന കംപ്ലൈൻറ്റ് വെച്ച് പ്രിലിമിനറി എൻക്വയറി കോളേജ് ലെവലിൽ നടത്തി. ഇന്നലെ തന്നെ കോളേജിൽ നിന്നും ഹോസ്റ്റലിൽ നിന്നും കുട്ടികൾക്ക് അന്വേഷണ വിധേയമായി ഇനി ഉള്ള നടപടി വരുന്നതുവരെയുള്ള സസ്പെൻഷനാണ് കോളേജിൽ നിന്ന് കൊടുത്തത്. ഉടൻ തന്നെ ആ പരാതി ഗാന്ധിനഗർ SHOയ്ക്കും കോട്ടയം SP-ക്കും ഫോർവേഡ് ചെയ്തിരുന്നു. ഗാന്ധിനഗർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ടി ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. റാഗിംഗ് വിരുദ്ധ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട്. റാഗിംഗ് നടക്കുന്നുണ്ടോ എന്ന് ഓരോ ദിവസവും വിദ്യാർത്ഥികളോട് ചോദിക്കാറുണ്ട്. പക്ഷെ കുട്ടികളാരും ഇതുവരെ പരാതി പറഞ്ഞിട്ടില്ല. ഇതാണ് പ്രിൻസിപ്പൽ നൽകുന്ന വിശദീകരണം. അതായത് സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടും റാഗിംഗ് നടന്നു. സംവിധാനങ്ങളുടെ പരാജയമാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഈ നഴ്സിംഗ് കോളേജ് ചൂണ്ടിക്കാട്ടുന്നത്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. പത്തനംതിട്ട റാന്നി മുറിഞ്ഞകലിൽ 19-കാരിയായ വിദ്യാർത്ഥിനി ഗായത്രി ജീവനൊടുക്കിയതിൽ അമ്മയ്ക്കൊപ്പം കഴിയുന്ന ആൾക്കെതിരെ ആരോപണവുമായി രണ്ടാനച്ഛൻ. അമ്മയ്ക്കൊപ്പം കഴിയുന്ന ആദർശിനെ സംശയമുണ്ടെന്നും രണ്ടാനച്ഛൻ ആരോപിച്ചു. എന്നാൽ മകളുടെ നഗ്നചിത്രങ്ങൾ ദ്രോണ ഡിഫൻസ് അക്കാദമി ഉടമ പകർത്തിയെന്നാണ് അമ്മയുടെ ആരോപണം. 19-കാരിയുടെ മരണത്തിൽ കൂടുതൽ ആരോപണങ്ങൾ ഉയരുകയാണ്. കഴിഞ്ഞ 1 വർഷമായി ആദർശ് എന്നയാൾക്കൊപ്പമാണ് മരിച്ച ഗായത്രിയുടെ അമ്മ കഴിയുന്നതെന്നും ഇയാളെ സംശയമുണ്ടെന്നുമാണ് രണ്ടാനച്ഛൻ ചന്ദ്രശേഖരന്റെ ആരോപണം. അടൂരിലെ സ്ഥാപനം ശരിയല്ലെന്നും മകളെ അയക്കരുതെന്നും അമ്മ രാജിയോട് പറഞ്ഞിരുന്നു. 1 വർഷമായി രാജിയുമായി ബന്ധമില്ലെന്നും ചന്ദ്രശേഖരൻ പറയുന്നു. ഞാൻ 1 വർഷമായിട്ട് ഈ പറയുന്ന മകളും ഞാനും രാജീവായിട്ട് ഒരു കോണ്ടാക്ട് 1 വർഷമായിട്ട് അത് പോലീസ് സ്റ്റേഷനിൽ ഇവര് തന്നെയാണ് എന്നെ വേണ്ട, എൻ്റെ കൂടെ ജീവിക്കുന്നില്ല എന്നും പറഞ്ഞു പോയത്. ഈ കുഞ്ഞിന്റെ പേര് റെക്കോർഡിക്കൽ മൊത്തം എൻ്റെ അഡ്രസ്സും കാര്യങ്ങളുമാണ്. ഗായത്രി ചന്ദ്രശേഖരനാണ് അവിടെ പേര്. ഇതിനിടെ മരണത്തിൽ ആർക്കും പങ്കില്ലെന്ന കുറിപ്പ് കണ്ടെത്തിയതായി കൂടൽ പോലീസ് പറഞ്ഞു. വീട് മുഴുവൻ താൻ തിരഞ്ഞതാണെന്നും ഒരു കുറിപ്പുമില്ലെന്നുമാണ് അമ്മ രാജി പറയുന്നത്. അടൂരിലെ ഡിഫൻസ് അക്കാദമി നടത്തിപ്പുകാരൻ മകളുടെ നഗ്നചിത്രങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയെന്നും അമ്മ രാജി ആരോപിച്ചു. ഇച്ചിരി ഇല്ലാത്തൊരു പെൺകുട്ടിയുടെ നഗ്നത കാണിച്ചിട്ട് അതിനെ ഭീഷണിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് ന്യായമാ? 50 വയസ്സുള്ള ഒരു ഘാതകം ചെയ്തതാ. അവനൊരു കമാൻഡറോ, ഇവനാണോ ഒരു ആർമി ഉദ്യോഗസ്ഥൻ? അടൂരിലെ ദ്രോണ ഡിഫൻസ് അക്കാദമി ഉടമ ഇപ്പോൾ ഒളിവിലാണ്. ആരോപണങ്ങളിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് പോലീസ്. ന്യൂസ് 18 പത്തനംതിട്ട. വഞ്ചിയൂരിൽ ഗതാഗത തടസ്സമുണ്ടാക്കി പാർട്ടിയുടെ പൊതുയോഗം നടത്തിയ കേസിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഹൈക്കോടതിയിൽ ഹാജരായി. അതേസമയം സമ്മേളനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ സത്യവാങ്മൂലത്തിൽ ഹൈക്കോടതിക്ക് അതൃപ്തി. പുതിയ സത്യവാങ്മൂലം നൽകാൻ സംസ്ഥാന സർക്കാരിന് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശ് ചേരുന്നു. ഏത് തരത്തിലുള്ള അതൃപ്തിയാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് പ്രകാശ്? അപർണ സൂചിപ്പിച്ച പോലെ തന്നെ ഗതാഗത തടസ്സമുണ്ടാക്കി പാർട്ടി സമ്മേളനങ്ങളും പരിപാടികളും നടത്തുന്നതുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ ഹർജിയാണ് ഇന്ന് പരിഗണിച്ചത്. ഇതിൽ മറ്റ് നേതാക്കൾ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉൾപ്പെടെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ കഴിഞ്ഞ തവണ 2 ദിവസം മുമ്പ് ഹാജരായിരുന്നു. അന്ന് ഹാജരാകുന്നതിൽ CPMന്റെ ജില്ലാ സമ്മേളനം നടക്കുന്നതിനാൽ അന്ന് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗോവിന്ദൻ മാസ്റ്റർ കോടതിയെ സമീപിച്ചിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഹൈക്കോടതിയിൽ ഹാജരായത്.
സത്യവാങ്മൂലം സമർപ്പിക്കാനും ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ സത്യവാങ്മൂലത്തിൽ അതൃപ്തി രേഖപ്പെടുത്തുകയും പുതിയ സത്യവാങ്മൂലം പോലീസ് ഉദ്യോഗസ്ഥർ സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചു. ഈ കേസ് ഇനി മാർച്ച് 3-ാം തീയതി വീണ്ടും പരിഗണിക്കും. അപ്പോൾ നേതാക്കൾ വ്യക്തിപരമായി കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് നേതാക്കളെ. മരട് സ്വദേശിയായ എൻ പ്രകാശ് ഫയൽ ചെയ്ത ഹർജിയിലാണ് കോടതിയിൽ അടുത്ത നടപടികൾ കോടതിയിൽ പുരോഗമിക്കുന്നത്. കാടിറങ്ങി നാടിന് ഭീതിയാകുന്നവർ. വയനാട് അട്ടമലയിൽ കാട്ടാനാക്രമണത്തിൽ ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടു. അട്ടമല സ്വദേശി ബാലനാണ് മരിച്ചത്. ഇന്നലെ രാത്രിയാണ് ബാലൻ കാട്ടാനയ്ക്ക് മുന്നിൽപ്പെട്ടത്. സംസ്ഥാനത്ത് 2 ദിവസത്തിനിടെ 4 പേരെയാണ് കാട്ടാന കൊന്നത്. കാട്ടാന ആക്രമണങ്ങൾ ചെറുക്കാൻ നടപടിയില്ലെന്ന് ആരോപിച്ച് വയനാട് ജില്ലയിൽ ഹർത്താൽ തുടരുകയാണ്. നൂൽപ്പുഴ കാപ്പാട് ഉന്നതിയിൽ മാനു കൊല്ലപ്പെട്ടതിന്റെ നടുക്കം മാറും മുൻപാണ് മറ്റൊരു ദാരുണ സംഭവം. തേയിലത്തോട്ടത്തിലാണ് ബാലന്റെ മൃതദേഹം കണ്ടത്. ഇന്നലെ ചൂരൽമലയിൽ നിന്ന് അരിയടക്കമുള്ള സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് കാട്ടാനയ്ക്ക് മുന്നിൽപ്പെട്ടത്. അട്ടമല ഗ്ലാസ് ബ്രിഡ്ജിന് സമീപത്തെ ചെറിയ കൂപ്പ് റോഡിലൂടെ വീട്ടിലേക്ക് പോകുകയായിരുന്നു ബാലകൃഷ്ണൻ. രാവിലെയാണ് മൃതദേഹം കണ്ടത്. ഏറാട്ടുകുണ്ട് കോളനിയിൽ കറുപ്പന്റെ മകൻ ബാലകൃഷ്ണന് 27 വയസ്സു മാത്രമാണ് പ്രായം. പ്രദേശത്ത് കാട്ടാന ശല്യമുണ്ടെന്ന് നേരത്തെ പരാതിപ്പെട്ടിരുന്നു. വഴിവിളക്കുകൾ ഇല്ലാത്തതിനാൽ വെളിച്ചവുമില്ല. സോളാർ വാലി ആനയുടെ ആക്രമണത്തിൽ നേരത്തെ തന്നെ തകർന്നിരുന്നെന്ന് പ്രദേശവാസികൾ പറയുന്നു. അവിടുത്തെ ആളുകൾ മുഴുവൻ അവിടെ നിന്ന് മാറി മറ്റു പല മേഖലയിലും താമസിക്കുമ്പോൾ അവരുടെ കൃഷിഭൂമി മാത്രമാണ് അവിടെയുള്ളത്. അതിനകത്ത് കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവരവിടെ പകൽ സമയത്ത് പോവുകയും വൈകുന്നേരം തിരിച്ചു വരികയും ചെയ്തു. പക്ഷെ വൈകുന്നേരങ്ങളിൽ വ്യാപകമായ രീതിയിൽ കാട്ടാനയുടെ ശല്യമുണ്ട് എന്ന് മാധ്യമങ്ങളിലും പത്രങ്ങളിലും മീറ്റിങ്ങുകളിലും ഒക്കെ ചർച്ച ചെയ്യുകയും ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥരോട് കൃത്യമായി അവിടെ ഒരു നിരീക്ഷണവും ശ്രദ്ധയും ഉണ്ടാവണമെന്ന് നിർദ്ദേശം നൽകിയതാണ്. കാരണം അവിടെ കറണ്ട് ഇല്ല. നോഗോ സോണിനകത്ത് ഉൾപ്പെടുന്ന പ്രദേശത്ത് വൈദ്യുതി ഇല്ലാത്തത് കൊണ്ട് വൈകുന്നേരങ്ങളിൽ വലിയ ഇരുട്ടും ആൾതാമസം ഇല്ലാത്തതുകൊണ്ട് കാടുകൾ രൂപപ്പെടുകയും ചെയ്ത് വിജനമായൊരു പ്രദേശമായി ആ പ്രദേശം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് കാട്ടാനകൾക്ക് കുറച്ചുകൂടി സ്വസ്ഥതയിൽ ആ പ്രദേശത്ത് അവർ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആളുകളുടെ ആക്ഷേപം. ഇത് ഫോറസ്റ്റിന് അറിയാത്ത കാര്യമല്ല. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ബാധിത മേഖലയോട് ചേർന്ന പ്രദേശമാണ് അട്ടമല. ബെയിലിപ്പാലം കടന്നു മാത്രമേ ഇവിടേക്ക് എത്താനാകൂ. ദുരന്ത സമയത്ത് ഇവിടെയുള്ളവർ മാറിപ്പോയെങ്കിലും പിന്നീട് ഈ കുടുംബങ്ങൾ ഇവിടേക്ക് തന്നെ മടങ്ങിയെത്തുകയായിരുന്നു. ബാലന്റെ മരണത്തോടെ കേരളത്തിൽ 2 ദിവസത്തിനിടെ 4 പേരുടെ ജീവനാണ് കാട്ടാനക്കലിയിൽ പൊലിഞ്ഞത്. ന്യൂസ് 18 വയനാട്. നിലമ്പൂരിൽ കാട്ടാന ഇറങ്ങി. പോത്തുകല് അപ്പൻകാപ്പ് ആദിവാസി നഗറിലാണ് കാട്ടാന തമ്പടിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ 11:30യോടെയാണ് ആന ഇറങ്ങിയത്. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. കോഴിക്കോട് കാരശ്ശേരിയിൽ ഇന്ന് പുലർച്ചെ വീണ്ടും നാട്ടുകാർ പുലിയെ കണ്ടു. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് താമരശ്ശേരി റേഞ്ച് ഓഫീസിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തെരച്ചിൽ നടത്തി. പ്രദേശത്ത് കൂട് സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാരും രംഗത്തെത്തി. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പുലിഭീതിയിലാണ് കാരശ്ശേരി നിവാസികൾ. നാട്ടുകാർ നടത്തിയ തെരച്ചിലാണ് ഇന്ന് പുലർച്ചെ 3:30 വല്ലത്തായി പാറയിൽ വീണ്ടും പുലിയെ കണ്ടത്. കുറെ ആളുകൾ ബൈക്കിന്നും കാറിന്നൊക്കെ കണ്ടു. അതൊക്കെ റോഡിൽ നിന്നാണ് കാണുന്നത്. പെട്ടെന്ന് ബൈക്ക് പോകുന്ന സാഹചര്യത്തിൽ ആളുകൾക്ക് പെട്ടെന്ന് ഇത് സ്ഥിരീകരിക്കാൻ കഴിയില്ല. പൂച്ചയാണോ പുലിയാണോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിയില്ല. ആരും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഞങ്ങൾ നാട്ടുകാരെന്ന നിലയ്ക്ക് ഞങ്ങൾ 2 ദിവസമായിട്ട് ഇന്ന് പുറകിലുണ്ട്. ഇന്ന് പുലച്ചക്ക് 4 മണിന്റെ ഉള്ളിലായിട്ട് 3:35 സമയത്ത് ഞങ്ങൾ നേരിട്ട് ഈ സാധനത്തെ കണ്ടിട്ടുണ്ട്. ഒറിജിനൽ പുലിയാണ്. യാതൊരു സംശയം ആർക്കും വേണ്ട. ലൈറ്റ് അടിച്ച് കൃത്യമായിട്ട് ഞങ്ങൾ കണ്ടു. ഞങ്ങൾ ഒരു 3 മിനിറ്റോളം ഞങ്ങളെടുത്ത് ഈ സാധനം ഞങ്ങളായിട്ട് കണ്ടു നിന്നിട്ടുണ്ട്. ബായന്റെ ഉള്ളിൽ കയറിയോണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് ഫോട്ടോ എടുക്കാൻ സാധിച്ചു. പുലിയെ കണ്ട വിവരം നാട്ടുകാർ വനം വകുപ്പിനെ അറിയിച്ചതോടെ താമരശ്ശേരി റേഞ്ച് ഓഫീസിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്തെത്തി തിരച്ചിൽ നടത്തി. നേരത്തെ സ്ഥാപിച്ച ക്യാമറ പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. പ്രദേശത്തെ കൂട് സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്തെത്തി. എന്നാൽ കൂട് സ്ഥാപിക്കണമെങ്കിൽ ചീഫ് വൈൽഡ് ലൈഫ് ഓഫീസറുടെ ഉത്തരവ് വേണമെന്ന് ഉദ്യോഗസ്ഥർ നാട്ടുകാരെ ബോധ്യപ്പെടുത്തി. നേരത്തെ ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ക്യാമറ പരിശോധിച്ചതിൽ നമുക്കതിൽ വ്യക്തമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്ന് വീണ്ടും പുലർച്ചെ സമയത്ത് ആളുകൾ ഇത് 1-2 പ്രാവശ്യം കണ്ടു എന്ന് പറഞ്ഞു. 3 ആളുകൾ കണ്ടു എന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ RRTയും സെക്ഷൻ സ്റ്റാഫും ആനക്കാമ്പോയുള്ള സാറ്റലൈറ്റ് RRT സ്റ്റാഫും വന്നിട്ട് ഇവിടെയുള്ള മൊത്തം പരിശോധിച്ചു. നമുക്ക് നിലവിലിവിടെ കാൽപാദങ്ങളൊന്നും കിട്ടിയിട്ടില്ല. നനവുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മൾ പരിശോധിച്ചു. ഒരുവിധം എല്ലാ ഭാഗം പരിശോധിച്ചു. ഇവിടെയുള്ള പ്രദേശവാസികളെയും കൂട്ടിയിട്ടാണ് പരിശോധിച്ചത്. കാൽപാദങ്ങളൊന്നും പതിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ക്യാമറ ട്രാപ്പ് പരിശോധിച്ചാലും നമുക്കത് ഇമേജുകളൊന്നും കിട്ടിയിട്ടില്ല. എന്തായാലും ജനങ്ങളുടെ ആശങ്ക പരിഗണിച്ച് രാത്രിയിൽ പട്രോളിംഗ് ശക്തിപ്പെടുന്നതാണ്. കൂടാതെ തന്നെ ഒരു ക്യാമറയും കൂടി സ്ഥാപിക്കുന്നതാണ്. പുലിയെ വീണ്ടും കണ്ട സാഹചര്യത്തിൽ അടിയന്തര നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 മുക്കം. അനന്തമായ തട്ടിപ്പ്.
പാതിവില തട്ടിപ്പ് കേസിൽ പ്രാഥമിക വിവരശേഖരണം തുടങ്ങി ക്രൈംബ്രാഞ്ച്. ജില്ലകളിലെ പരാതികൾ ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ അന്വേഷിക്കും. പ്രതി അനന്തകൃഷ്ണന്റെ ബാങ്ക് അക്കൌണ്ടുകളും പരിശോധിച്ചു തുടങ്ങി. അതേസമയം പാതിവില ടൂ വീലർ തട്ടിപ്പിന് ശേഷം അനന്തകൃഷ്ണനും സംഘവും ലക്ഷ്യമിട്ടത് EV കാർ തട്ടിപ്പെന്ന് അഡ്വക്കേറ്റ് A. രാജസിംഹൻ ന്യൂസ് 18നോട് പറഞ്ഞു. അനന്തകൃഷ്ണൻ പ്രതിയായ പാതിവില തട്ടിപ്പ് കേസിൽ ഓരോ ജില്ലകളിൽ നിന്നും വരുന്ന പരാതികൾ പരിശോധിച്ച ശേഷം മൊഴിയെടുക്കേണ്ടവരുടെ പട്ടിക തയ്യാറാക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. അനന്തകൃഷ്ണന്റെ ബാങ്ക് അക്കൌണ്ടുകളും സംഘം പരിശോധിച്ചു തുടങ്ങി. ഇത് പൂർത്തിയായ ശേഷമായിരിക്കും അനന്തുവിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുക. അതേസമയം പാതിവില ടൂ വീലർ തട്ടിപ്പിന് ശേഷം അനന്തകൃഷ്ണനും സംഘവും ലക്ഷ്യമിട്ടത് EV കാർ തട്ടിപ്പെന്ന് അശോക അപ്പാർട്ട്മെന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് A. രാജസിംഹൻ ന്യൂസ് 18നോട് പറഞ്ഞു. ഇതിനായുള്ള ആലോചനകൾ നടക്കുന്നതിനിടയിലാണ് അനന്തകൃഷ്ണൻ പിടിയിലാകുന്നത്. ഈ ഒരു തട്ടിപ്പ് സ്കീമിന് ശേഷം ഇത് ഏറ്റവും പാവപ്പെട്ട ആളുകളെ വെച്ചിട്ടുള്ള തട്ടിപ്പാണല്ലോ. ഇതിന് തൊട്ട് മുകളിലുള്ള മറ്റൊരു ലെയറിനെ ഇവർ കണ്ടിരുന്നു. അത് ഇലക്ട്രിക് കാറുകളുടെ ഒരു തട്ടിപ്പാണ്. കേരളത്തിൽ ഇലക്ട്രിക് കാറുകൾ പകുതി വിലയ്ക്ക് കൊടുക്കും എന്ന് പറഞ്ഞൊരു സ്കീം കൊണ്ടുവരിക. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ സ്വന്തമായിട്ട് ബെൻസ് കാർ അടക്കമുള്ള സമ്പന്നരെയും ഈ ട്രാപ്പിലേക്ക് എത്തിക്കാമായിരുന്നു. കാരണം നമ്മുടെ സാധാരണ മലയാളിയുടെ എന്തിനുമുള്ള ഒരു ഡിസ്കൗണ്ടിൽ കിട്ടുന്ന ഒരു ആർത്തി കാരണം അവരൊക്കെ ഇതിൽ കാശ് നിക്ഷേപിച്ചേനെ. പണം നഷ്ടമായവരുടെ മൊഴിയെടുക്കലാണ് അന്വേഷണ സംഘം നേരിടുന്ന വെല്ലുവിളി. ഇതുകൂടാതെ പകുതി വിലയിൽ സ്കൂട്ടറും ലാപ്ടോപ്പും രാസവളവും തയ്യൽ മെഷീനും വാങ്ങിയവരുടെയും മൊഴിയെടുക്കണം. നിലവിൽ അനന്തകൃഷ്ണനെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ ജില്ലകളിലായി 100 കണക്കിന് പ്രതികളുമുണ്ട്. ഓരോരുത്തരുടെയും പങ്ക് പരിശോധിച്ച് അറസ്റ്റിലേക്ക് കടക്കണം. വിപുലമായ പദ്ധതി തയ്യാറാക്കി അന്വേഷണം നടത്തിയാലും ഓരോ കുറ്റപത്രവും തയ്യാറാക്കാൻ സമയമെടുക്കുമെന്ന വിലയിരുത്തലിലാണ് ക്രൈംബ്രാഞ്ച്. ന്യൂസ് 18 കൊച്ചി. പാതിവില പദ്ധതിയുടെ നടത്തിപ്പ് സംബന്ധിച്ച് NGO കോൺഫെഡറേഷനിൽ നേരത്തെ തന്നെ തർക്കം ആരംഭിച്ചിരുന്നുവെന്നതിന് തെളിവ് പുറത്ത്. പണം നിക്ഷേപിച്ചവർക്ക് വാഹനം കിട്ടാതായതോടെ സംഘടനാ ബോർഡ് യോഗത്തിൽ ആനന്ദകുമാറും അനന്തകൃഷ്ണനും തമ്മിലുണ്ടായ ഭിന്നതയുടെ ഓഡിയോ ന്യൂസ് 18 ലഭിച്ചു. മാസങ്ങൾക്ക് മുമ്പ് നടന്ന NGO കോൺഫെഡറേഷൻ യോഗത്തിൽ തന്നെ ഭിന്നത പ്രകടമായി. പണം നിക്ഷേപിച്ചവർക്ക് വാഹനം കിട്ടാതായത് ബോർഡ് അംഗങ്ങൾ യോഗത്തിൽ ഉന്നയിച്ചു. ഇക്കാര്യത്തിൽ അനന്തകൃഷ്ണന്റെ പ്രവർത്തനത്തിൽ ചെയർമാൻ ആനന്ദകുമാറും അതൃപ്തി രേഖപ്പെടുത്തി. ഞാൻ അനന്തുവിൻ്റെ അടുക്ക് അന്നേ എനിക്ക് ഒരു 4 മാസം മുമ്പ് പറഞ്ഞു, അനന്തു ടൂ വീലർ 50,000 രൂപ അവർ തരുന്നു, 56,000 രൂപ നിങ്ങളിടുന്നു, നിങ്ങളുടെ കമ്പനി ഇടുന്നു, അതിൻ്റെ ഒരു സ്പ്ലിറ്റപ്പ്. ഇതാണ് ഞാൻ എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ശരിയാണെങ്കിൽ അനന്തു ഒരു 4 or 5 തവണ ഞാൻ ചോദിച്ചു അതിൻ്റെ ഒരു സ്പ്ലിറ്റപ്പ് പറയാനായിട്ട്. ഇപ്പം എൻ്റെ ഒരു പ്രസ്ഥാനത്തിൻ്റെ എൻ്റെ സായി ട്രസ്റ്റിനെ കുറിച്ച് ഒരു കാര്യം പറയാനായിട്ട് എനിക്ക് 2 മിനിറ്റ് മതി. അതിൻ്റെ സ്പ്ലിറ്റപ്പ് എന്നുള്ളത് ഞാൻ മീൻ ചെയ്തത് ഒരു വാക്ക് എന്നുള്ളതല്ല. ഞാൻ മീൻ ചെയ്തത് 56,000 രൂപ നിങ്ങളുടെ കമ്പനി ഇടുമ്പോൾ അതിൽ 10,000 രൂപ മാർക്കറ്റിംഗ് ഫണ്ടാണ്, അതിൽ 20,000 രൂപ ഇന്ന ഫണ്ടാണ്, അതിൽ 30,000 രൂപ വേറെ ഏതെങ്കിലും പാർട്ടി തന്നതാണ്. ഇങ്ങനെ ഒരു വാർത്തയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ ഇപ്പോഴും ആ ഒരു കാര്യത്തിന് ഒരു യഥാർത്ഥ മറുപടി കിട്ടിയിട്ടില്ല. പണം തിരികെ നൽകാൻ തനിക്ക് പൂർണ്ണ ഉത്തരവാദിത്തമുണ്ടെന്നാണ് അനന്തകൃഷ്ണന്റെ മറുപടി. പണം വന്ന വഴിയും അനന്തു വിശദീകരിക്കുന്നത് ഇങ്ങനെ. ഇതിനകത്ത് 1 രൂപ കോൺഫെഡറേഷൻ ഞാൻ ഇപ്പോഴും പറഞ്ഞു, ഞാൻ രാവിലെ ശിവചേച്ചി വിളിച്ചപ്പോഴും പറഞ്ഞു, നമുക്ക് ഇന്ന് സാറിന് ഞാൻ വോയിസ് ഇട്ടപ്പോഴും പറഞ്ഞു ഇന്നത് ക്ലോസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഒരാളും എവിടെയാണ് ഞങ്ങളുടെ പൈസ എന്ന് ചോദിക്കാത്ത വിധത്തിൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ കഴിയുന്നത് പോലെ അത് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇതാണ് എനിക്ക് ഫിനാൻഷ്യൽസിൽ പറയാനുള്ളത്. ഓരോന്നിനും ഇത്രയും അധികം പേയ്മെന്റ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ ആരുടെയും ഉറക്കമോ നിങ്ങൾക്ക് ആർക്കും ഒരു പ്രതിസന്ധി ഉണ്ടാകാത്ത വിധത്തിലാണ് എല്ലാ എഗ്രിമെന്റുകളും ചെയ്ത് കോൺഫെഡറേഷന്റെ ഡീഡിൽ പോലും അനന്തകൃഷ്ണന്റെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പാണ് ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇനി പണം പിരിക്കരുതെന്ന ധാരണയിൽ യോഗം പിരിഞ്ഞു. ഇതില് എൻ്റെ ഒരു അഭ്യർത്ഥന, ചെയർമാൻ ഉൾപ്പെടെ 1 രൂപ ഈ ഇന്നത്തെ ദിവസം മുതൽ 1 രൂപ മേടിക്കുകയോ മേടിച്ചതിന് അയച്ചു എന്ന് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്യുകയോ പാടില്ല, ദയവ് ചെയ്ത്. പണം നിക്ഷേപിച്ചവർക്ക് നൽകിയ ഉറപ്പ് പാലിക്കാനാവാത്തത് സംഘടനയ്ക്കുള്ളിൽ വലിയ തർക്കമായിരുന്നു. പണം ചെലവഴിക്കുന്ന രീതിയിലും അവ്യക്തതയുണ്ടായിരുന്നു. ആനന്ദകുമാറും അനന്തകൃഷ്ണനും തമ്മിലുണ്ടായ ഈ ഭിന്നതയ്ക്ക് ശേഷവും ഇരുവരും ചേർന്ന് നിക്ഷേപകരെ ആകർഷിക്കാൻ യോഗം വിളിച്ചു. പോലീസ് പിടിയിലായതോടെ CSR ഫണ്ട് വരാത്തതിന് ആനന്ദകുമാറിനാണ് ഉത്തരവാദിത്തമെന്നാണ് അനന്തകൃഷ്ണൻ നൽകിയ മൊഴി. ക്രൈംബ്രാഞ്ച് സംഘം ഉടൻ തന്നെ ആനന്ദകുമാറിനെ ചോദ്യം ചെയ്യുമെന്നാണ് സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം.
മലപ്പുറത്ത് കൈഞ്ഞരമ്പ് മുറിച്ച് ചികിത്സയിലായിരുന്ന 19കാരൻ തൂങ്ങി മരിച്ചു. മലപ്പുറം കാരക്കുന്ന് സ്വദേശി സജീറാണ് മരിച്ചത്. പെൺസുഹൃത്ത് ആത്മഹത്യ ചെയ്തതിൽ മനംനൊന്താണ് കഴിഞ്ഞ ദിവസം സജീർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. മറ്റൊരാളുമായി വിവാഹം നിശ്ചയിച്ചതിന് പിന്നാലെ ഒരാഴ്ച മുൻപാണ് തൃക്കലങ്കോട് സ്വദേശിയായ ഷൈമ ജീവനൊടുക്കിയത്. ചികിത്സയിലായിരുന്ന സജീർ ഇന്നലെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. തുടർന്ന് നടത്തിയ തെരച്ചിലാണ് സജീറിനെ എടവണ്ണ പുകമണ്ണിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കിഫ്ബി റോഡുകളിൽ ടോൾ വരുമെന്ന കാര്യം സ്ഥിരീകരിച്ച മുഖ്യമന്ത്രി. കിഫ്ബി വായ്പകളുടെ ബാധ്യത സംസ്ഥാനത്തിന്റെ പൊതുകടത്തിൽ ഉൾപ്പെടുത്തി സാമ്പത്തികമായി ഞെരുക്കാൻ ശ്രമിക്കുമ്പോൾ റവന്യൂ മാതൃക പിന്തുടരേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. ഇനിയും വർഷങ്ങൾ കഴിഞ്ഞ് നടപ്പാകേണ്ട വികസന പദ്ധതികളാണ് കേരളത്തിൽ ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നതെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പുതുതായി നിർമ്മിക്കുന്ന റോഡുകൾക്കും പാലങ്ങൾക്കും ടോൾ വരുമെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. യൂസർ ഫീ ഈടാക്കുന്ന സാഹചര്യത്തിൽ ആ യൂസർ ഫീയിൽ നിന്നും ലഭിക്കുന്ന വരുമാനം കൊണ്ട് തന്നെ കിഫ്ബിയുടെ ലോണുകൾ തിരിച്ചടക്കുന്നതിനുള്ള സാധ്യത തെളിയും. അതുവഴി സർക്കാരിൽ നിന്നുള്ള ഗ്രാന്റ് കാലക്രമേണ ഘട്ടം ഘട്ടമായി ഒഴിവാക്കാനുമാവും. ഒരു കാലത്ത് ടോളിനെതിരെ അതിശക്തമായി സമരം ചെയ്തിരുന്ന CPM ആണ് ഇപ്പോൾ യൂസർ ഫീ എന്ന പേരിൽ ഇതേ കാര്യം നടപ്പാക്കാൻ തുനിയുന്നത്. എന്നാൽ ഇതിലും കൃത്യമായ ന്യായീകരണമുണ്ട് സർക്കാരിന്. 8.5 വർഷം കൊണ്ട് 87,000 കോടി രൂപയുടെ പദ്ധതികളാണ് സംസ്ഥാനത്ത് നടപ്പാക്കിയത്. ആകെ 1000-ലധികം പദ്ധതികൾ. റവന്യൂ മാതൃകയാക്കാതെ പെട്രോൾ സെസും വാഹന നികുതിയും കൊണ്ട് മാത്രം കിഫ്ബി പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് വരുമാനത്തിനായി ടോൾ ഏർപ്പെടുത്തുന്നത്. കിഫ്ബി മാതൃകയിൽ കേന്ദ്രവും പദ്ധതി നടപ്പാക്കുന്നുണ്ട്. അതിനാകട്ടെ ഗ്രാന്റും മറ്റ് ആനുകൂല്യങ്ങളും നൽകുകയും ചെയ്യുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയതിനാലാണ് സുപ്രീം കോടതിയിലെ കേസ് ഭരണഘടനാ ബെഞ്ചിന് വിട്ടതെന്നും സംസ്ഥാനം വിശദീകരിക്കുന്നു. പുതുതായി നിർമ്മിക്കുന്ന തീരദേശ റോഡുകൾക്കും മലയോര ഹൈവേക്കും റിംഗ് റോഡുകൾക്കും ടോൾ വരുമെന്നത് ഉറപ്പായി. ന്യൂസ് 18 തിരുവനന്തപുരം. പോലീസ് അതിക്രമവും വീഴ്ചയും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യം തള്ളിയതിനെ തുടർന്ന് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. ജനകീയ സേന എന്ന പേര് കേരള പോലീസ് അന്വർത്ഥമാക്കിയെന്ന് മുഖ്യമന്ത്രി അവകാശപ്പെട്ടു. എന്നാൽ കേരളം ഗുണ്ടകളുടെ നാടായി മാറിയെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. മരിച്ച കാർബോർഡ് ജീവനക്കാരി ജോളി മധു നിരന്തരം മാനസിക പീഡനത്തിനിരയായെന്ന ആരോപണം ശരിവെക്കുന്ന കൂടുതൽ തെളിവുകൾ പുറത്ത്. ക്യാൻസർ അതിജീവിതയായ ജോളിയെ ട്രാൻസ്ഫർ ചെയ്തത് ചട്ടവിരുദ്ധമായാണെന്ന് കാർബോർഡിലെ മുൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. തൊഴിൽ പീഡനം നേരിട്ടെന്നും മേലുദ്യോഗസ്ഥർ തന്നെ നിരന്തരം ഉപദ്രവിച്ചിരുന്നുവെന്നും കാണിച്ച് ജോളി എഴുതിയ അപൂർണമായ കത്തും ഓഡിയോ സന്ദേശവും പുറത്തുവന്നു. അതിനിടെ മറ്റൊരു ജീവനക്കാരന്റെ കുടുംബവും കാർബോർഡിനെതിരെ തൊഴിൽ പീഡന ആരോപണം ഉന്നയിച്ചു. ഇംഗ്ലണ്ടിനെതിരായ 3-ാം ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് കൂറ്റൻ സ്കോർ. ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ നിശ്ചിത ഓവറിൽ 356 റൺസ് എടുത്ത് എല്ലാവരും പുറത്തായി. ഇന്ത്യയ്ക്കായി ശുഭ്മാൻ ഗിൽ സെഞ്ചുറിയും വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ എന്നിവർ അർദ്ധ സെഞ്ചുറി നേടി. ശുഭ്മാൻ ഗിൽ 102 പന്തിൽ 112 റൺസ് എടുത്ത് പുറത്തായി. ഇംഗ്ലണ്ടിനായി ആദിൽ റാഷിദ് 4 വിക്കറ്റ് വീഴ്ത്തി. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Kavita Gold and Diamonds. Choose your special. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7,900 രൂപ, പവന് 63,200 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 6,550, പവന് 52,400 രൂപ. വെള്ളി ഗ്രാമിന് 105 രൂപ, കിലോയ്ക്ക് 1,05,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Kavita Gold and Diamonds. Choose your special. പൂർണ്ണമാകുന്നു ന്യൂസ് അപ്ഡേറ്റ്സ്. ഫാസ്റ്റ് ന്യൂസുമായി MG രേണുക ചേരും. നമസ്കാരം. We lose control.